ഇത് ഹോണ്ട സിവിക്കിൻ്റെ എൻജിനാണ്. ഇത് ഓയിൽ ലീക്കാണ് കംപ്ലൈൻറ്റ്. ഓയിൽ ലീക്ക് വന്ന ടൈമിംഗ് കവറിൻ്റെ ഇവിടെ നിന്നാണ് ലീക്ക്. ടൈമിംഗ് കവറിൻ്റെ പാക്കിംഗ് ലീക്ക്. പാക്കിംഗ് അല്ല, ബോണ്ടാണ് പറയുന്നത്. ഇവിടെ ടൈമിംഗ് കിറ്റും കൂടെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈമിംഗ് ഓയിൽ ലീക്കിൻ്റെ ചെയ്താലേ പറ്റൂ. ടൈമിംഗ് കിറ്റും കൂടെ മാറാനുണ്ടെങ്കിൽ അത് മാറാകും. ക്യാമിൻ്റെ സീലും ടാങ്കിൻ്റെ സീലും മാറണം. പിന്നുള്ളത് ഈ ഒരു പീസ് ഇളക്കി ബോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ക്യാമിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു പീസ് ഇതും ഇളക്കി ബോണ്ട് ചെയ്തിട്ടുണ്ട്. 210-ൻ്റെ ബോൾട്ടാണ്. ഇത്തിരി ഇളക്കി ബോണ്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഇത്തിരി ബോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടൈമിംഗ് കിറ്റും കൂടെ അപ്രൂവൽ ആയതിനു ശേഷം ശേഷം ഇതിലൊക്കെ ടൈമിംഗ് കവർ ഇളക്കുക. ഓയിൽ സംബ് ഇളക്കണം. ഓയിൽ സംബ് ഇളക്കാണ് ടൈമിൻ്റെ കവർ ഇളക്കുന്നത്. പിന്നെ ഓയിൽ ക്രാങ്ക് പുള്ളി ഇറങ്ങാം. 19-ൻ്റെ ബോൾട്ടാണത്. AC ടെൻഷനർ AC അല്ല, വാട്ടർ പമ്പാണത്. വാട്ടർ പമ്പ് ടെൻഷനർ ഇത്തിരി ഇളക്കിയാണ് ടൈമിംഗ് കവർ ഇളക്കിയെടുക്കേണ്ടത്. ഇവിടെ പറയുന്നത് പവർ സ്റ്റിയറിംഗ് പമ്പാണ്. 2 ബോൾട്ടാണ് ഇരിക്കുന്നത്. ടൈമിംഗ് കവറിൻ്റെ പാക്കിങ്ങും മാറണം. എൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യമുള്ള സീലും പാക്കിങ്ങും എല്ലാം മാറി ബോണ്ട് ചെയ്യേണ്ടത് ബോണ്ടും ചെയ്താണ് കയറ്റുന്നത്. ഞാൻ ഇറക്കി സ്ഥിതിക്ക് ഇന്നലെ ലീക്ക് മാറോട് പൂർണ്ണമായും